പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും പിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നും നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിലെ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് എന്തുമാത്രം കർത്താവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നുവോ അത്രയും നമുക്ക് പുനരുദ്ധാനത്തിൻ്റെ ശക്തി ലഭിക്കും. ശരിക്കും നമ്മുടെ സഭയിൽ വന്നിരിക്കുന്ന ഒരു സങ്കടകരമായ അവസ്ഥ എന്താണെന്നറിയാമോ? നമ്മൾ ഈ നോൻപിന് നോൻപ് തുടങ്ങുമ്പോൾ തന്നെ കുരിശും പിടിച്ച് പറമ്പിലേക്ക് ഇറങ്ങും. പിന്നെ കുരിശിൻ്റെ വഴി യാത്രകളെല്ലാം നമ്മൾ പാപപരിഹാരത്തിനായിട്ട് നടത്തും. അത് ആത്മാർത്ഥത്തോടെ തന്നെ നമ്മൾ ചെയ്യണത്. അതിലൂടെ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ വലിയ വ്യാഴ്ചയ്ക്ക് വരുമ്പോൾ അന്നത്തെ
പരിശുദ്ധ കുർബാന സ്ഥാപനവും അത് വലിയ ഭക്തിനിർഭരമായ അഭിഷേക നിറയണ ഒരു ആഘോഷമാണ്. പിന്നെ അന്നത്തെ രാത്രി അന്നത്തെ ആരാധന, അതായത് നമ്മൾ അച്ചടക്കത്തോടുകൂടിയാണ് നമ്മളെല്ലാം ചെയ്യണത്. പിന്നെ ദുഃഖവെള്ളിയാഴ്ച പറയാനും വേണ്ട. ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ ദുഃഖവെള്ളിയാഴ്ച മണ്ണിപ്പോലും പിള്ളേരെ കൊണ്ട് വരച്ചാൽ അപ്പന്മാർ ഓടിച്ചിടുമായിരുന്നു. മണ്ണി വരച്ച ചോര, കർത്താവിൻ്റെ ചോര വരുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കും നമ്മളാണ്. അത്രയും ഭവ്യതയോടെയാണ് ദുഃഖവെള്ളിയാഴ്ച എല്ലാം പാലിച്ചു പോകുന്നത്. പള്ളിയിലാണ് ചെല്ലുമ്പോൾ അതിനേക്കാൾ ഭീകരമായ, അതിനേക്കാൾ സങ്കടകരമായ യാഥാർത്ഥ്യങ്ങൾ. കുരിശുമുത്തലൊക്കെ വല്ലാത്ത അനുഭവങ്ങളാണ്. ആ കർത്താവിനോടുള്ള സ്നേഹം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണത്. പിന്നെ നഗരി കാണിക്കൽ, ഇതെല്ലാം കൂടി വന്നിട്ട് ഇതെല്ലാം മാർഗങ്ങളാണല്ല, വഴികൾക്ക് ഭയങ്കര പ്രാധാന്യമാണ്. പക്ഷേ നമ്മൾ ലക്ഷ്യമില്ലേ, ലക്ഷ്യം ശുവാക്കി കളയും. ലക്ഷ്യം എന്താ? ലക്ഷ്യം എന്ന് പറയുന്നതാണ് ഈ വഴികളെക്കാളും മനോഹരമായിട്ട് ആഘോഷിക്കപ്പെടേണ്ട ഒരു സംഭവമാണ്. പള്ളികളിലായാലും വീടുകളിലായാലും. നമുക്ക് ക്രിസ്മസ് അല്ലേ വരുന്നത്, പക്ഷേ ക്രിസ്മസ് അല്ലല്ലോ വിശ്വാസപരമായിട്ട് വരുന്നത്. കർത്താവിൻ്റെ തിരുവുദ്ധാനമല്ല വലുത്. സഭയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടേണ്ടത് കർത്താവിൻ്റെ തിരുവുദ്ധാനമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ തിരുവുദ്ധാനം നമ്മൾ ആചരിക്കണം. ഞാൻ ഉയർപ്പിൻ്റെ ഒരു ഉപാസകനാണ്. ഞാനെപ്പോഴും കാര്യം എനിക്കതിനെക്കുറിച്ച് ഈ സെമിനാറിലൊക്കെ പഠിക്കാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഗുണമെന്ന് പറയണത് ഞങ്ങളെ ഈ ക്രിസ്റ്റോളജി ഭയങ്കര ഒരു സബ്ജക്റ്റാണ്. എനിക്ക് ഫീൽ ചെയ്ത ഏറ്റവും നല്ല സബ്ജക്റ്റ് ക്രിസ്റ്റോളജിയാണ്. ക്രിസ്റ്റോളജിയിലാണ് നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ റിസറക്ഷനെക്കുറിച്ചും ഒക്കെ പഠിക്കണത്. പിന്നെ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം ബേസ്മെൻറ്റ്, സഭയുടെ നിലനിൽപ്പും എല്ലാം തിരുവുദ്ധാനത്തിലാണ്. ഓരോ വ്യക്തികളും ക്രിസ്തുവിൽ വളരാൻ നമുക്കെപ്പോഴും കുരിശിനോടും നമ്മുടെ സഹനത്തോടും കർത്താവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, നമ്മുടെ സഹനത്തെ കർത്താവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ താതാമ്യപ്പെടാറുണ്ട് ക്രിസ്തുവിനോട്. പക്ഷെ അവൻ നമ്മളുടെ മരണത്തിൽ മാത്രം താതാമ്യപ്പെട്ടാൽ പോരല്ലോ, അവൻ്റെ തിരുവുദ്ധാനത്തിലും നമ്മൾ താതാമ്യപ്പെടണ്ടേ. അപ്പോൾ നമുക്കുണ്ടാകുന്ന വിജയങ്ങൾ, നമ്മൾക്കുണ്ടാകുന്ന അതിജീവനങ്ങൾ, തിന്മയും അതുപോലെ തന്നെ പാപത്തെയും ജയിച്ച്, അതായത് കഠിനമായ സഹനത്തിലൂടെ പാപ സാഹചര്യങ്ങൾ ജയിക്കണൊക്കെ ഉത്ഥാനമാണ് ശരിക്കും. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ തിരുവുദ്ധാനത്തോടാണ് ഐക്യപ്പെടുന്നത്. അപ്പോൾ ഈ പാപത്തിനെതിരെയുള്ള പോരാട്ടം രക്തച്ചൊരിച്ചിൽ വരെ ആയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ പാപമാണ് വില്ലനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രധാനപ്പെട്ട പ്രമേയം പാപമല്ല, തിരുവുദ്ധാനമാണ് പ്രധാനപ്പെട്ട പ്രമേയം. നമ്മളെപ്പോഴും നമ്മൾ ആരുടെ സാക്ഷിയാണ്? കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികളാണ്. അതെന്താ കാര്യം? അപ്പോസ്തലന്മാർ ധൈര്യത്തോടെ ഇറങ്ങി പ്രവർത്തിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവർ ഉയർത്തെഴുന്നേക്കുമെന്നുള്ള നല്ല ബോധ്യമാണ്. കാര്യം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അവർ കണ്ടതല്ലേ, അവർ തൊട്ടതല്ലേ, കർത്താവിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചതല്ലേ. അപ്പം അതെല്ലാം ഓർക്കുമ്പോൾ അവർക്ക് വല്ലാത്ത ആവേശമായിരുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു.
ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നിൻ്റെ രോഗമാകാം. ഇപ്പം നമ്മുടെ രോഗങ്ങളാണ് അവൻ ചുമന്നത് എന്ന് പറയുന്നത്. നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ ഭാരങ്ങളാണ് അവൻ വഹിച്ചത്. ഐസയ 53:7 ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ കഷ്ടപ്പാടുകൾ, ഭാരങ്ങൾ, തെറ്റിദ്ധാരണകൾ, സംശയങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, വെൻ യു ടേക്ക് ദ നെയിം ജീസസ് ക്രൈസ്റ്റ് യു റിസീവ് ജീസസ്. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിലെടുത്താൽ കർത്താവിനെ സ്നാനപ്പെടുന്ന പോലെയാകും. മനസ്സിലായില്ലേ? നിൻ്റെ വേദന, നിൻ്റെ രോഗം, നിൻ്റെ പീഡ, നീ അനുഭവിക്കുന്ന തെറ്റിദ്ധാരണ, നീ അനുഭവിക്കുന്ന സംശയ രോഗങ്ങൾ, അത് നിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ നോ കംപ്ലൈൻറ്റ്. പിന്നെ നിനക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാകാൻ പാടില്ല. കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അവനിട്ട് പോയി ചവിട്ടരുത് നീ. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഉടനെ മരിയൻ ഫോർമാറ്റിലേക്ക് നിൻ്റെ ജീവിതം ക്രമീകരിക്കും. എന്താണ്? അമ്മയ്ക്ക് കിട്ടിയ എല്ലാ സഹനങ്ങളും ദൈവത്തിൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്ന കാരണം അമ്മ പിന്നെ എന്ത് ചെയ്യും? ഹൃദയത്തിൽ സംഭരിക്കും, മിണ്ടത്തില്ല. ഈ അക്കൗണ്ടിലേക്ക്, മരിയൻ അക്കൗണ്ടിലേക്ക് ഇത് കരി ഓവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൗനമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നിൻ്റെ ഭർത്താവ്, നിൻ്റെ ഭാര്യ, അത് നിൻ്റെ അയൽവാസി, നിൻ്റെ ബന്ധുക്കൾ നിന്നെ വിഷമിപ്പിക്കുകയോ ഞെരുക്കുകയോ മനഃപൂർവ്വം ഏഷണി, പക, പരദൂഷണം നിന്നെ വിഷമിപ്പിക്കുകയും നിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുകയും ചെയ്താൽ, when you take it in the name of Jesus Christ, you have baptized in the name of Jesus Christ. അവ നിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാൽ നീ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സ്നാനസ്ഥാനത്തിൻ്റെ ശരീരഭാഷ എന്താണ്? മൗനമാണ്. ഇടക്കിടന്ന് കാറകുക. അമ്മയുടെ ജീവിതം നിത്യജ്ഞാനസ്ഥാനത്തിൻ്റെ ജീവിതമാണ്. എന്താ കാര്യം? എല്ലാ സഹനങ്ങളിലും ദൈവം സ്നാനപ്പെടുത്തുന്ന സമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മ ഹൃദയത്തെ സംഗ്രഹിച്ച് മൗനമായിരിക്കും. ദൈവമല്ലേ കർത്താവ് നിന്നോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ എന്താ സംസാരിക്കണത്? നിൻ്റെ ജ്ഞാനസ്ഥാനങ്ങളിലെ നീ മൗനമായിരുന്നു കൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ നിന്നെ രൂപപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ നീ ഈറ്റുന്നോ അനുഭവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. അപ്പം നിങ്ങളുടെ സഹനങ്ങളാകുന്ന ജ്ഞാനസ്ഥാനത്തിന് പാപത്തെ മോചിപ്പിക്കാനുള്ള കഴിവുണ്ട്. സഭയിൽ കവദാസ ജീവിതമില്ലാത്ത കഴിക്കാത്തവരെ അച്ഛൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈശോ സംസാരിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലും പാപങ്ങൾ കുമ്പസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. പക്ഷേ നിങ്ങൾക്ക് പാപാവസ്ഥയുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ സഹനങ്ങളെ കർത്താവിൻ്റെ ജ്ഞാനസ്ഥാനമായിട്ട് എടുത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് എൻ്റെ പാപത്തിന്
ഞാൻ എൻ്റെ സഹനം കൊണ്ട് പരിഹാരം ചെയ്തുകൊണ്ട് കർത്താവേ എന്നെ ആത്മാവിനെ സ്നാനപ്പെടുത്തുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. പാവനാത്മാവേ തന്നാലും സ്വർഗാരൂപി വന്നാലും ആത്മാവേ പാവനാത്മാവേ തന്നാലും അരൂപി സ്വർഗാരൂപി വിശ്വാസത്തിൻ ആത്മാവേ വരേണമേ ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ വിശ്വാസത്തിൻ ആത്മാവേ വരേണമേ ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ പരിശുദ്ധാത്മാവേ പാവനാത്മാവേ എൻ്റെ ഹൃദയത്തിൽ വന്നു വാഴണേ. ഒരു മണിക്കൂറായിട്ടുണ്ടാവും. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മോൻ്റെ ഫോൺ വന്ന് എനിക്ക്. അവൻ കോളേജിൽ പോകുന്ന കാറായിട്ടാണ് പോകുന്നത് കോളേജിലേക്ക്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ പറഞ്ഞ് ഇപ്പോൾ ബ്രേക്കാണ്, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴത്തേക്കും ബാക്കിൽ വന്നിട്ട് ഞാൻ നിർത്തിയിരുന്ന വണ്ടിയിൽ ബാക്കിലിരുന്നിട്ട് ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് അവന്മാരിടിച്ച്. ഞാൻ പോലീസിൽ പറഞ്ഞ് അവിടെ പിടിച്ച് നിർത്തിയിരിക്കുക, അവരുടെ ഇരുന്ന് എത്ര കാശ് വാങ്ങിക്കണം, ഇല്ല എന്ത് അത് കേസാക്കണമെന്ന്. ഞാൻ എടുത്ത വഴിക്ക് പറഞ്ഞ് ക്ഷമിച്ച് കളയെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവരറിയാതെ കൊണ്ടുപോയി മുട്ടിച്ചതല്ലേ, ക്ഷമിക്കെന്ന് പറഞ്ഞു. പറഞ്ഞാലും ക്ഷമിക്കുക, ഇത്രേ ഉള്ളൂ. ക്ഷമിച്ചെന്ന് അവിടെ പറഞ്ഞപ്പോൾ ഇത് ചിലപ്പോൾ 9 കൊല്ലം ഈ ഒരു ചെറിയ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും, ഇന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇത് ഞാൻ പറഞ്ഞ് ഒരു 15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് വക്കീൽ പറഞ്ഞ് നമ്മളെ കേസ് ഇന്ന് വിചാരണ ആക്കി, ഇന്ന് വിധി വന്ന് കേസ് വെറുതെ വിട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കപ്പെടും. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ ഈ തടസ്സം അവിടെ നിൽക്കുക. ഞാൻ ഇത്രയും കൊല്ലമായിട്ട് ഈ പ്രശ്നം തീർന്നില്ല, നിസ്സാരമായിട്ട് തീരേണ്ടിയാണ്, ഒന്നില്ലെങ്കിൽ ഹൈക്കോടതിയെങ്കിലും പോയി തീരണം, പക്ഷേ ഇവിടെ തീർന്നാലേ അവിടെ പോകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പെൻഡിങ് വയ്ക്കുക. ക്ഷമിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ തടസ്സം മാറും. നമ്മുടെ ജീവിതത്തിലെല്ലാം പലതും നമ്മളെ തന്നെ ഒന്ന് നിങ്ങൾ എക്സാമിൻ ചെയ്ത് നോക്ക്. ഞാൻ എത്ര പേരെ ക്ഷമിക്കാറുണ്ട്? ഞാൻ എല്ലാവരെയും ക്ഷമിച്ചിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ടല്ലോ, സംസാരിക്കേണ്ടല്ലോ, മുഖത്ത് നോക്കി എല്ലാവരോടും സംസാരിക്കേണ്ടല്ലോ, അതൊക്കെ തോന്നും. നോ. പക്ഷേ ഹൃദയത്തിൽ എവിടെയോ മുറിവ് നീ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണ് ക്ഷമിക്കാൻ സാധിക്കാത്തത്? പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കണമെങ്കിൽ നമ്മളെക്കൊണ്ട് സാധിക്കില്ല. സാധിക്കുക? പ്രൈസ് ദി ലോർഡ്. ഈശോ പറഞ്ഞ പോലെ ശത്രുവിനെ സ്നേഹിക്കുക, അവനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവനെ ശപിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ അത് വായിച്ചൊക്കെ എടുക്കാൻ സുഖമാണ്. പക്ഷേ അത് സാധിക്കുക? നമുക്ക് എങ്ങനെയാണ് കൃപ ലഭിക്കണം? ഇത് ക്ഷമിക്കണമെങ്കിൽ കൃപ വേണം. പ്രൈസ് ദി ലോർഡ്. കൃപ എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ശക്തി എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? എഫേസ്യർ 2:8 അത് സൗജന്യ ദാനമാണ്. ഈശോ വഴിയാണ് കൃപ ഈ ലോകത്തേക്ക് വന്നത്. പക്ഷേ ആ കൃപ നമ്മളിലേക്ക് വന്നെങ്കിൽ, നമ്മളിൽ നിറയണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നിറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ആദ്യം ഈ കൃപ എന്താണ്? നമ്മൾ ബൈബിൾ വായിക്കുന്ന കൊണ്ടില്ല നമുക്ക് കൃപ കിട്ടുന്നത്. കൃപ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നത്. കുർബാനയ്ക്ക് പോകുന്നത് കൊണ്ടില്ല കൃപ കിട്ടുന്നത്. കൃപ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ദിവസം കുർബാനയ്ക്ക് പോകാൻ സാധിക്കുന്നത്. ജപമാല ചൊല്ലുന്നത് കൊണ്ടില്ല കൃപ കിട്ടുന്നത്. കൃപ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജപമാല ചൊല്ലുന്നത്. കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നത് കൊണ്ടില്ല കൃപ കിട്ടുന്നത്. കൃപ ഉള്ളത് കൊണ്ടാണ് കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നത്. തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ കുറേ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃപ കിട്ടും. ഇല്ല, കൃപ ഉള്ളത് കൊണ്ടാണ് നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാതെ. പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിനക്ക് കൃപയുടെ കുറവുണ്ട്. ക്ഷമിച്ചത് കൊണ്ടില്ല
കൃപ കിട്ടുന്നത്? കൃപ ഉള്ളത് കൊണ്ടാണ് നിനക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ നിനക്ക് ഇത് കൃപയുടെ ജീവിതമാണ്. നമ്മളെല്ലാം ദൈവം വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തേക്ക് കാണിച്ചു കൊടുക്കാനാണ്. ഇതാണ് എൻ്റെ രാജ്യം, എൻ്റെ മക്കൾ, ഇങ്ങനെയാണ് എൻ്റെ മക്കൾ ജീവിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്കൊരു ആഗ്രഹം തോന്നിക്കണം, എനിക്കും ഈ ജീവിതം ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഉടമ്പടി ജീവിതം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം അമ്മമാതാവ് ഈ ഉടമ്പടി തന്നത്. പക്ഷെ നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നരുത് ഒരിക്കലും ഈ ജീവിതം ജീവിക്കരുത്. നമ്മളെ തന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക, ഞാൻ എന്ത് ജീവിതമാണ് ജീവിക്കുന്നത്? ദൈവം എനിക്ക് തന്ന നിയോഗം ഞാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനാണ്. ദൈവം പറഞ്ഞിട്ടുള്ള ജീവിതം ഇതാണ്. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ ആകർഷിക്കണം, ഈ ജീവിതത്തിലേക്ക് ഞാനും കൂടി വരണമെന്ന്. അതിനാണ് ഉടമ്പടി ജീവിതം. ഞാൻ ജീവിക്കുന്ന ജീവിതം അതാണ്. ഞാൻ ഭർത്താവിനോട് പെരുമാറുന്നത്, ഭർത്താവ് ഭാര്യയോട് പെരുമാറുന്നത്, മക്കളോട് നമ്മ പെരുമാറുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. അതേപോലെ ഞാൻ ദേഷ്യപ്പെടുന്നുണ്ട്, ഞാൻ പ്രതികരിക്കുന്നുണ്ട്, ഞാൻ മറ്റുള്ളവരെ ഇവിടെ ദയ തോന്നിക്കുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഇത് നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്കൊരു ആഗ്രഹം തോന്നിക്കണം, ഇതുപോലെ നിന്നിൽ നല്ല മാറ്റം കാണുന്നുണ്ടല്ലോ, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയണം, ഞാൻ ഉടമ്പടിയിലാണ്, അമ്മ മാതാവ് വഴി ഞാൻ ഉടമ്പടിയിൽ ആണ്. ആ വ്യത്യാസം തോന്നിച്ചു കഴിഞ്ഞാൽ നീ കൃപയിൽ നിറഞ്ഞിരിക്കുക. പക്ഷേ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ക്ഷമിക്കണം. ക്ഷമിക്കണമെങ്കിൽ എന്ത് വേണം നമുക്ക്? പിന്നെ നീ ചോദിക്കേണ്ട കാര്യമില്ല. നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം ആ സമയത്ത് കിട്ടിക്കോളും, അത് കിട്ടിക്കോളും. നീ ചോദിക്കേണ്ട കാര്യമില്ല, നീ ജീവിച്ചാൽ മാത്രം മതി. ഉടമ്പടിയിലാണ് ആ ജീവിതം എന്നുള്ളൊരു ബോധ്യത്തിൽ ജീവിച്ചു പോയാൽ മാത്രം മതി. എങ്ങനെയാണ് കൃപ നിറയുന്നത്? ദൈവത്തിൻ്റെ ശക്തിയാണ് അത് കൃപ നിറയുന്നത്. അത് 2 കൊരിന്ത്യർ 12:9-10 നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി നിൻ്റെ മുകളിൽ, എൻ്റെ ശക്തി നിനക്ക് ലഭിക്കുക. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി അധികമായിരിക്കും, കൂടുതലായിരിക്കും നിനക്ക് കിട്ടുന്നത്, കൂടുതൽ ശക്തി കിട്ടും. അപ്പോൾ നമ്മളെ ബലഹീനത അതാണ് നമുക്ക് റോ മെറ്റീരിയൽ. നമ്മളെ ബലഹീനത നമ്മളെ രോഗമാകാം, നമുക്ക് വിഷമങ്ങളാകാം, നമ്മളെ ദാരിദ്ര്യമാകാം, കടബാധ്യത, അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്ത സാഹചര്യമാണ് നിൻ്റെ ബലഹീനത. പ്രൈസ് ദി ലോർഡ്. ഭർത്താവിൻ്റെ മദ്യപാനമാകാം, അതെല്ലാം നിൻ്റെ ബലഹീനതയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് സന്തോഷിക്കേണ്ട കാര്യമാണ്. ആ വഴി മാത്രമേ നിനക്ക് കൃപ ലഭിക്കുകയുള്ളൂ. നിൻ്റെ ബലഹീനതയിൽ നീ എന്ത് ചെയ്യുമ്പോഴാണ് നിനക്ക് കൃപ ലഭിക്കുന്നത്? കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുന്നത്. അമ്മയ്ക്ക് ലഭിച്ചത് എങ്ങനെയാണ്? ലൂക്ക 1:38 അമ്മ പറയും. അമ്മ എന്താ പറയണേ? ഇതാ നിൻ്റെ ദാസി, നിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ. എന്ന് വെച്ചാൽ നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. വചനം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, അത് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ കൃപ നിറഞ്ഞവളായി അമ്മ. പ്രൈസ് ദി ലോർഡ്. കൃപയിൽ നിറഞ്ഞവൾ അമ്മ അങ്ങനെയായത്. ഗബ്രിയേൽ മാലാഖ പറയുന്നത് അമ്മയുടെ മനസ്സിതാണ്, എൻ്റെ ഇഷ്ടമില്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളെ ബലഹീനതയിൽ നമുക്ക് പ്രതികൂലം സംഭവിക്കുമ്പോൾ എല്ലാം നമ്മളെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? നമ്മളെ ചിന്ത എന്തായിരിക്കണം? നമ്മളെ പ്രാർത്ഥന എന്തായിരിക്കണം? ഈശോയെ, എൻ്റെ ഇഷ്ടമില്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഉടമ്പടിയിലാകുമ്പോൾ ഇത് നിങ്ങൾ ഒരു ഫോർമുലയായിട്ട് വെച്ചോ. അതുപോലെ തന്നെ ഈശോയെ നോക്കിക്കോ. ലൂക്ക 22:42-43 ഈശോ പറയും, ഈ പാനപാത്രം എന്നിലിരുന്ന് മാറ്റിക്കളയണേ. പിന്നെ അപ്പം തന്നെ മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റാൻ ഈശോന് പറ്റും, പിതാവിന് പറ്റും. പക്ഷേ ഈശോ പറയുന്നത് അടുത്ത വാചകം എന്താണ്?
പക്ഷേ എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, നിൻ്റെ ഇഷ്ടം എന്ന് പറയുമ്പോഴത്തേക്കും ലൂക്ക 22:43 മാലാഖ വന്ന് ഈശോനെ ശക്തിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. കൃപയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവകാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും. ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അത് നമ്മൾ ഒപ്പോസ് ചെയ്യുമ്പോഴാണ്, നമ്മൾ തടസ്സപ്പെടുത്തുമ്പോഴാണ്. കൃപ ദൈവം തരാനാണ് നമ്മുടെ ജീവിതത്തിൽ ബലഹീനത തരുന്നത്. അത് നമ്മൾ റിജക്റ്റ് ചെയ്യും.